ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയുന്ന മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പാചകവാതക സിലിണ്ടർ വിതരണത്തിലെ നഗര ഗ്രാമ വിവേചനം അവസാനിപ്പിക്കണം. NFPR ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറുകളുടെ റീഫില്ലിംഗ് ബുക്കിംഗിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഏകീകൃത സമയം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽപ്പാറ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. നിലവിൽ പാചകവാതക ബുക്കിംഗിനായി നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലകളിൽ 45 ദിവസവും എന്ന രീതിയിലാണ് എണ്ണ കമ്പനികൾ സിലിണ്ടറുകൾ അനുവദിക്കുന്നത്. ഇത് ഗ്രാമീണ മേഖലയിലെ ഉപഭോക്താക്കളോട് കാണിക്കുന്ന വലിയ വിവേചനവും അവകാശ ലംഘനവുമാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഗ്രാമീണ മേഖലകളിലും വിറകടുപ്പുകളുടെ ഉപയോഗം വളരെ കുറവാണ്. പുതിയ വീടുകളിൽ പോലും പുകയടുപ്പ് ഒഴിവാക്കി സമ്പ്രദായം നടക്കുന്നില്ല. മിക്കവരും പാചകത്തിനായി പൂർണ്ണമായും LPGയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 45 ദിവസത്തിലൊരിക്കൽ മാത്രം സിലിണ്ടർ അനുവദിക്കുന്നത് സാധാരണ കുടുംബങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. സിലിണ്ടറിലെ ഗ്യാസ് തീർന്നുപോയാൽ ആഴ്ചകളോളം മറ്റു വഴികളില്ലാതെ ജനങ്ങൾ വലയുകയാണെന്നും നിവേദനത്തിൽ പറഞ്ഞു. ഒരേ തുകയും ഒരേ നികുതിയും നൽകി സേവനം കൈപ്പറ്റുന്ന പൗരന്മാർക്ക് താമസ സ്ഥലത്തിന്റെ പേരിൽ സേവന ലഭ്യതയിൽ തടസ്സം സൃഷ്ടിക്കുന്നത് നീതിയുക്തമല്ല. കേന്ദ്ര എണ്ണ കമ്പനികളായ IOC, BPC, HPC എന്നിവരുമായി സംസാരിച്ച് സംസ്ഥാനത്തുടനീളം ഗ്യാസ് റീഫില്ലിംഗിന് ഏകീകൃത സമയപരിധി നടപ്പിലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും NFPR ആവശ്യപ്പെട്ടു. ആവശ്യം ന്യായമാണെന്നും ഗ്യാസ് വിതരണത്തിലെ വിവേചനം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഭക്ഷ്യവകുപ്പ് കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശവും നൽകി. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.